ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പുള്ള പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. സിവിലൈസിങ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് നോക്കാം. Influenced by such ideas, many company officials argued that British ought to promote Indian rather than Western learning. കമ്പനി ഒഫീഷ്യൽസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരികൾ തന്നെ ആർഗ്യൂ ചെയ്തു, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആയിരിക്കണം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലാതെ, വെസ്റ്റേൺ ലേണിംഗ് അല്ലാതെ ഇന്ത്യയിൽ എന്താണോ പഠിക്കേണ്ടത് ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കണം എന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരികൾ വരെ പറഞ്ഞു. They felt that institutions should be set up to encourage the study of ancient Indian text. Ancient Indian text, പ്രാചീന ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലുള്ള പുരാതനമായ ഇന്ത്യയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ടീച്ച് സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ ലിറ്ററേച്ചർ ആൻഡ് പോയട്രി, സംസ്കൃതത്തിൻ്റെയും പേർഷ്യൻ ലിറ്ററേച്ചറും അതുപോലെ തന്നെ അതിലുള്ള പോയട്രിയും എല്ലാം പഠിപ്പിക്കണം എന്ന് അവർ ആർഗ്യൂ ചെയ്തു. The officials also thought that Hindus and Muslims ought to be taught what they were already familiar with. അവരെന്താണോ ഓൾറെഡി അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കണം ഈ ഹിന്ദുസിനെയും മുസ്ലിംസിനെയൊക്കെ പഠിപ്പിക്കേണ്ടത്. ആൻഡ് വാട്ട് ദേ വാല്യൂഡ് ആൻഡ് ട്രഷേർഡ്, അവർക്കെന്താണോ വാല്യൂ ആയിട്ടുള്ളത്, അത് അവർക്കെന്താണോ മഹത്തായിട്ട് തോന്നുന്നത്, നല്ലതായിട്ട് തോന്നുന്നത്, അതാണ് നമ്മൾ ഇന്ത്യയിലെ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും പഠിപ്പിക്കേണ്ടത് എന്നവർ പറഞ്ഞു. നോട്ട് സബ്ജക്ട്സ് ദാറ്റ് വർ ഏലിയൻ ടു ദം. ഏലിയൻ എന്ന് പറഞ്ഞാൽ അവർക്കറിയാത്ത, ഫെമിലിയർ അല്ലാത്ത സബ്ജക്ട്സ് അല്ല നമുക്കവരെ പഠിപ്പിക്കേണ്ടത്. അവർക്കെന്താണോ അറിയുന്നത്, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് പഠിപ്പിക്കണം എന്ന് ഈ ഒരുപാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് അവർ അഭിപ്രായം പറഞ്ഞു. Only then they believed could the British hope to win the place in the hearts of the natives. അതായത് ഇന്ത്യക്കാരുടെ, നേറ്റീവ്സിൻ്റെ മനസ്സിൽ, ആ ജനഹൃദയങ്ങളിൽ എന്നാലേ നമുക്ക് സ്പേസ് ഉണ്ടാവുകയുള്ളൂ, ഇന്ത്യൻസ് എന്നാലേ ബ്രിട്ടീഷുകാരെ സ്വീകരിക്കൂ എന്ന് അവർക്ക് തോന്നി. Only then could the alien rulers expect to be respected by their subjects. സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇവിടെ പ്രജകൾ, ആ ഇന്ത്യക്കാരായ പ്രജകൾ എന്നാലേ ഈ ഏലിയൻ റൂളേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളേഴ്സിനെ എന്നാലേ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ, അവരെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു. വിത്ത് ദിസ് ഓബ്ജക്റ്റ്, ഇങ്ങനെയുള്ള ഈ ഒരു ലക്ഷ്യത്തോടെ ദ വ്യൂ ഓഫ് മദ്രസ വാസ് സെറ്റപ്പ് ഇൻ കൽക്കട്ട ഇൻ 1781 to promote the study of Arabic, Persian and Islamic law. ഇസ്ലാമിക് നിയമങ്ങളും പേർഷ്യനും അറബിക് ലാംഗ്വേജും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മദ്രസ കൽക്കട്ടയിൽ 1781 സെറ്റപ്പ് ചെയ്തു. ദി ഹിന്ദു കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വാരാണസിയിൽ ഒരു ഹിന്ദു കോളേജും അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു 1791 to encourage the study of ancient Sanskrit text that would be useful for the administration of the country. അതായത് സംസ്കൃത ബുക്കുകൾ, സംസ്കൃത പാഠങ്ങൾ പഠിപ്പിക്കാനും ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ബനാറസിൽ ഒരു ഹിന്ദു കോളേജും എസ്റ്റാബ്ലിഷ് ചെയ്തു 1791. മദ്രസ എന്ന് പറയുന്നത് an Arabic word for the place of learning, any type of school or language, school or college, സ്കൂളോ കോളേജിനെയോ ഒക്കെ പറയുന്ന അറബിക് വേർഡാണ്. പ്ലേസ് ഫോർ ലേണിങ്ങിനുള്ള, പഠിക്കാനുള്ള സ്ഥലത്തെ പറയുന്ന അറബിക് വേർഡാണ് മദ്രസ എന്നത്. മദ്രസ an Arabic word for
a place of learning, any type of school or college. ഇതിൽ ഈ ഒരു ഫിഗർ 3ൽ മോണുമെൻറ്റ് ടു വാരൻ ഹേസ്റ്റിങ്സ് ബൈ റിച്ചർഡ് വെസ്റ്റ്മോക്കോട്ട് 1830, now in Victoria Memorial in Kolkata. കൽക്കട്ടയിലെ വിക്ടോറിയൽ മെമ്മോറിയലിലെ വാരൻ ഹേസ്റ്റിങ്സിൻ്റെ ഒരു മോണുമെൻ്റാണിത്. ഇമേജ് റെപ്രസെൻറ്റ്സ് ഹൗ ഓറിയൻ്റലിസ്റ്റ് തോട്ട് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. ഓറിയൻ്റലിസ്റ്റ് ബ്രിട്ടീഷ് പവറിനെ കുറിച്ച് എന്ത് വിചാരിച്ചു അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ മോണുമെൻറ്റിൽ ഈ ഇമേജിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോസ് ഹൂ വിത്ത് എ സ്കോളർലി നോളജ് ഓഫ് ദി ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഓഫ് ഏഷ്യ. ഏഷ്യയുടെ കൾച്ചറെക്കുറിച്ചും അവരുടെ ലാംഗ്വേജിനെ കുറിച്ചുമൊക്കെയുള്ള നോളജുള്ള പണ്ഡിതന്മാരാണ് ഈ ഓറിയൻ്റലിസ്റ്റ്. അപ്പോൾ ഈ ഓറിയൻ്റലിസ്റ്റ് എങ്ങനെ അവരെക്കുറിച്ചാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. യു വിൽ നോട്ടീസ് ദാറ്റ് ദ മജസ്റ്റിക് ഫിഗർ ഓഫ് ദ ഹേസ്റ്റിങ്സിൻ്റെ ഇമേജ് കാണാം. അതുപോലെ തന്നെ എന്തൂസിയാസ്റ്റിക് സപ്പോർട്ടർ ഓഫ് ഓറിയൻ്റലിസ്റ്റ്, ഈ ഓറിയൻ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത ഹേസ്റ്റിങ്സ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡിങ് ഫിഗർ ഓഫ് എ പണ്ഡിറ്റ്. ഒരു സ്ഥലത്ത് ഒരു പണ്ഡിറ്റ് ഒരു സൈഡിൽ ഓൺ വൺ സൈഡ് ആൻഡ് ദ സീറ്റഡ് മുൻഷി ഓൺ ദ അതർ സൈഡ്. മറ്റേ സൈഡിൽ മുൻഷി ഉണ്ട്. ഹേസ്റ്റിങ്സ് ആൻഡ് അതർ മുൻഷി ആരാ നോക്കാം. മുൻഷി എ പേഴ്സൺ ഹൂ ക്യാൻ റീഡ്, റൈറ്റ് ആൻഡ് ടീച്ച് പേർഷ്യൻ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനും അറിയുന്ന ആളാണ് മുൻഷി. അപ്പോൾ ഹേസ്റ്റിങ്സിൻ്റെ ഒരു സൈഡിൽ ഒരു പണ്ഡിറ്റും മറ്റേ സൈഡിൽ മുൻഷിയും. ആൻഡ് ഓറിയൻ്റലിസ്റ്റ് നീഡഡ് ഇന്ത്യൻ സ്കോളേഴ്സ് ടു ടീച്ച് ദം ദ വെർണക്കുലർ ലാംഗ്വേജ്. ഈ വെർണക്കുലർ ലാംഗ്വേജസ് പഠിപ്പിക്കാനായിട്ട് ഈ ഓറിയൻ്റലിസ്റ്റിന് ആരുടെ സഹായം വേണം? ഇന്ത്യയിലെ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർ, അവരെയാണ് വെർണക്കുലർ എന്ന് പറയുന്നത്. വെർണക്കുലർ എ ടേം ജനറലി യൂസ്ഡ് ടു റെഫർ to a local language or a dialect as distinct from what is seen as the standard language. സ്റ്റാൻഡേർഡ് ലാംഗ്വേജിനൊക്കെ അതായത് വ്യത്യാസമുള്ള ലോക്കൽ ലാംഗ്വേജ്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ലോക്കൽ ലാംഗ്വേജസ് ഉണ്ട്, അതിൻ്റേതായ ശൈലിയുണ്ട്. അതറിയുന്ന ആൾക്കാരെയാണ് ഈ വെർണക്കുലർ, അല്ലെങ്കിൽ അതിനെ ആണ് പറയുന്നത് വെർണക്കുലർ എന്ന്. The colonial countries like India, the British used them to mark the difference between the local languages of everyday use and English, the language of the imperial masters. അപ്പോൾ ലോക്കൽ ലാംഗ്വേജിനെയാണ്, ആ ലോക്കൽ ഡയലക്റ്റിനെയാണ് പറയുന്നത് വെർണക്കുലർ എന്ന്. ആ വെർണക്കുലർ ലാംഗ്വേജസ് പഠിപ്പിക്കാനായിട്ട് ഇന്ത്യൻ സ്കോളേഴ്സ്, ഇന്ത്യൻ പണ്ഡിതന്മാർ അവർക്ക് ആവശ്യമായിരുന്നു. ആൻഡ് ടെൽ ദെം അബൌട്ട് ലോക്കൽ കസ്റ്റംസ് ആൻഡ് ലോസ്. അവരെന്ത് ചെയ്യും? അവർ ലോക്കൽ കസ്റ്റംസിനെ കുറിച്ചും നിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഹെൽപ്പ് ദം ട്രാൻസ്ലേറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഏൻഷ്യൻ ടെക്സ്റ്റ്. പുരാതന ബുക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിനെ സഹായിക്കും. ഹേസ്റ്റിങ്സ് ടുക്ക് ദി ഇനിഷ്യേറ്റീവ് ടു സെറ്റപ്പ് കൽക്കട്ട മദ്രസ. കൽക്കട്ടയിലെ മദ്രസയെ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു ഹേസ്റ്റിങ്സ്. And believed that the ancient customs of the country and oriental learning ought to be the basis of British rule in India. അതായത് മുമ്പുള്ള കസ്റ്റംസും ഈ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പഴയ കസ്റ്റംസും അതിൻ്റെ ഓറിയൻ്റൽ ലേണിങ്ങും അതിനെക്കുറിച്ചുള്ള പഠിത്തമൊക്കെ ആയിരിക്കണം ഈ ബ്രിട്ടീഷിൻ്റെ ought to be the basis of British rule in India. ബ്രിട്ടീഷ് റൂളിൻ്റെ ബേസിസ് അതായിരിക്കണം എന്ന് വിശ്വസിച്ച ആളാണ് ഈ ഹേസ്റ്റിങ്സ്. ആ ഹേസ്റ്റിങ്സിൻ്റെ പ്രതിമയാണ് നമ്മളവിടെ കണ്ടത്. നമുക്ക് നോക്കാം. നോട്ട് ഓൾ ഒഫീഷ്യൽസ് ഷെയർഡ് ദീസ് വ്യൂസ്. എല്ലാ ഒഫീഷ്യൽസും, എല്ലാ അധികാരികൾക്കും, എല്ലാ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധികാരികൾക്കും അതേ വ്യൂസ് ഉണ്ടായിരുന്നില്ല. മെനി വെർ വെരി സ്ട്രോങ് ഇൻ ദെയർ ക്രിറ്റിസിസം ഓഫ് ദ ഓറിയൻ്റലിസ്റ്റ്. ഈ ലോക്കൽ ലാംഗ്വേജസും ലോക്കൽ കസ്റ്റംസും കൾച്ചേഴ്സും ലോസും ഒക്കെ പഠിപ്പിക്കണമെന്ന പറഞ്ഞ ആൾക്കാരാണ് ഈ ഓറിയൻ്റലിസ്റ്റ്. അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഒഫീഷ്യൽസ്, ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് മുന്നോട്ട് വന്നു. അവർ അതിനെ വിളിച്ചത് ഗ്രേവ് എറേഴ്സ് ഓഫ് ദി ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഗ്രേവ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സീരിയസ് മിസ്റ്റേക്സ്. ഫ്രം ദി early 19th century, many British officials began to criticize the Orientalist vision of learning. ഓറിയൻ്റലിസ്റ്റ് വിഷൻ ഓഫ് ലേണിങ്ങിനെ
ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് മുന്നോട്ട് വന്നു. ദേ സെഡ് ദാറ്റ് നോളജ് ഓഫ് ദി ഈസ്റ്റ് വാസ് ഫുൾ ഓഫ് എറേഴ്സ്. ഈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ. ഈ ഏഷ്യ റീജിയനിലെ ലേണിംഗ് എന്ന് പറയുന്നത് ഈസ് ഫുൾ ഓഫ് എറേഴ്സ്, മൊത്തം തെറ്റാണ്. ആൻഡ് അൺസയൻറ്റിഫിക് തോട്ട്, അൺസയൻറ്റിഫിക് ആണ്, സയൻറ്റിഫിക് അല്ല. ഈസ്റ്റ് ലിറ്ററേച്ചർ വാസ് നോൺ സീരിയസ്. ഈസ്റ്റിലെ ഈ ഏഷ്യയിലെ ഇന്ത്യയിലെ ലിറ്ററേച്ചർ എല്ലാം നോൺ സീരിയസ് ആണ് ആൻഡ് ലൈറ്റ് ഹാർട്ടഡും ആണ്. ആൻഡ് So they argued that it was wrong on the part of the British to spend so much effort in encouraging the study of Arabic and Sanskrit language and literature. അറേബിക്കും സംസ്കൃതവും അതിലത്തെ ലിറ്ററേച്ചറും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതൊരു വേസ്റ്റാണ്, അത് തെറ്റാണ് എന്ന് അവർ ആർഗ്യൂ ചെയ്തു. ആൻഡ് ജെയിംസ് മിൽ വാസ് വൺ ഓഫ് ദോസ് ഹു അറ്റാക്ട് ദ ഓറിയൻ്റലിസ്റ്റിലെ ഈ ലോക്കൽ ലാംഗ്വേജസ് പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കാരാണ് ഓറിയൻ്റലിസ്റ്റ്. അവരെ അറ്റാക്ക് ചെയ്ത, അവരെ എതിർത്ത ഒരു മെയിൻ ആളാണ് ജെയിംസ് മിൽ. ആൻഡ് ദ ബ്രിട്ടീഷ് എഫേർട്ട് he declared should not be to teach what natives wanted. ബ്രിട്ടീഷിൻ്റെ എഫേർട്ട് എന്താണോ നേറ്റീവ്സിന് വേണ്ടത്, ഇന്ത്യൻകാർക്ക് വേണ്ടത്, അത് പഠിപ്പിക്കലല്ല. ഓർ വാട്ട് ദേ റെസ്പെക്റ്റഡ്, അവർ റെസ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിക്കലല്ല. ഇൻ ഓർഡർ ടു പ്ലീസ് ദെം, അവരെ പ്ലീസ് ചെയ്യാനായിട്ട്, അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആൻഡ് വിൻ എ പ്ലേസ് ഇൻ ദെയർ ഹാർട്ട്, അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു പ്ലേസ്, അതായത് ഇതിന് വേണ്ടിയിട്ട്, അവരുടെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട്, അവരെ കയ്യിലെടുക്കാനായിട്ട് നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ദ എയിം ഓഫ് ദ എഡ്യൂക്കേഷൻ ought to be to teach what is useful and practical. എന്താണ് യൂസ്ഫുൾ, ഉപകാരമുള്ളതും പ്രാക്ടിക്കലുമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്ന് ജെയിംസ് മിൽ ഡിക്ലെയർ ചെയ്തു. സോ ഇന്ത്യൻസ് ഷുഡ് ബി മെയ്ഡ് ഫെമിലിയർ വിത്ത് ദ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വാൻസസ്. സയൻറ്റിഫിക്കും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസിനെ കുറിച്ചും, അത് വെസ്റ്റിലുള്ള അവരുടെ രാജ്യത്തുള്ള ടെക്നിക്കൽ അഡ്വാൻസസും അതുപോലെ തന്നെ സയൻറ്റിഫിക് അഡ്വാൻസസിനെ കുറിച്ചാണ് ഇന്ത്യക്കാരെ പഠിപ്പിക്കേണ്ടത്. ഹാഡ് മെയ്ഡ് റാദർ ദാൻ ദ പോയട്രി ആൻഡ് ദ സാക്രഡ് ലിറ്ററേച്ചർ ഓഫ് ദ ഓറിയൻറ്റ്. ഈ ഓറിയൻസിൻ്റെ, ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏഷ്യയുടെ പോയട്രിയും ലിറ്ററേച്ചറും ഒന്നുമല്ല അവരെ പഠിപ്പിക്കേണ്ടത് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ആ വെസ്റ്റിലെ അവരുടെ രാജ്യത്തെ ഈ അഡ്വാൻസസിനെ കുറിച്ചൊക്കെയാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്ന് ഡിക്ലെയർ ചെയ്തു, ആർഗ്യൂ ചെയ്തു. ബൈ 1830s 1830 ആയപ്പോഴേക്കും ദ അറ്റാക്ക് ഓൺ ദ ഓറിയൻ്റലിസ്റ്റ് ബിക്കെയിം ഷാർപ്പർ. ഒരുപാട് ഓറിയൻ്റലിസ്റ്റിൻ്റെ ഐഡിയാസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഔട്ട്സ്പോക്കൺ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഓഫ് സച്ച് ക്രിറ്റിക്സ് ഓഫ് ദ ടൈം വാസ് തോമസ് ബാബിങ്ടൺ മെക്കാലെ. അതിലെ ഒരു മെയിൻ ആളായിരുന്നു തോമസ് ബാബിങ്ടൺ മെക്കാലെ. He saw India as an uncivilized country that needed to be civilized. അദ്ദേഹം ഇന്ത്യയെ ഒരു അൺസിവിലൈസ്ഡ്, പരിഷ്കൃതമല്ലാത്ത രാജ്യമായിട്ട് കണ്ടു. അതിനെ പരിഷ്കൃതരാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആൻഡ് നോ ബ്രാഞ്ച് ഓഫ് ഈസ്റ്റേൺ നോളേജ് അക്കോർഡിംഗ് ടു ഹിം കുഡ് ബി കമ്പയർഡ് ടു വാട്ട് ഇംഗ്ലണ്ട് ഹാസ് പ്രൊഡ്യൂസ്ഡ്. ഇംഗ്ലണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ഇംഗ്ലണ്ടിലെ നോളേജ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയതല്ല ഇന്ത്യയിലെയും ഏഷ്യയിലെയും നോളേജും അഡ്വാൻസ്മെൻറ്റ്സും എല്ലാം. ഹൂ കുഡ് ഡിക്ലയർഡ് മെക്കാലെ. ആർക്കാണ് അത് ഡിനൈ ചെയ്യാൻ പറ്റുക? സിംഗിൾ ഷെൽഫ് ഓഫ് ഗുഡ് യൂറോപ്യൻ ലൈബ്രറി വാസ് വർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. ഇന്ത്യയിലെയും അറേബ്യയിലെയും മൊത്തം ലിറ്ററേച്ചർ എടുത്താൽ നമ്മളുടെ നാട്ടിലെ യൂറോപ്യൻ ലൈബ്രറിയിലെ ഒരു സിംഗിൾ ഷെൽഫിലെ അതിൻ്റെ അത്ര പോലും നല്ലതല്ല, അതിൻ്റെ അത്ര പോലും വാല്യൂ ഉള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. ആൻഡ്
urged that the British government in India should stop wasting public money in promoting the Oriental learning, for it was no practical use. അദ്ദേഹം ആർഗ്യൂ ചെയ്തു, അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പബ്ലിക് മണി വേസ്റ്റ് ചെയ്യുന്നത് നിർത്തണം. എന്തിനു വേണ്ടി? ഓറിയൻ്റൽ ലേണിങ്ങിന് വേണ്ടി പബ്ലിക് മണി വേസ്റ്റ് ചെയ്യുന്നത് നിർത്തണം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രാക്ടിക്കൽ യൂസുമില്ല. അതുകൊണ്ട് ആ ഓറിയൻ്റൽ ലേണിങ് ഇന്ത്യയിലെ സംസ്കാരത്തെക്കുറിച്ചും കൾച്ചറിനെക്കുറിച്ചും ലിറ്ററേച്ചറിനെക്കുറിച്ചും പോയട്രിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് നിർത്തണം എന്ന് അദ്ദേഹം ഏർജ് ചെയ്തു. ആൻഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് പാഷൻ, ഒരുപാട് എനർജിയും പാഷനോടുകൂടെ മെക്കോളെ എംഫസൈസ് ദ നീഡ് ടു ടീച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എംഫസൈസ് ചെയ്തു, അദ്ദേഹം ആർഗ്യൂ ചെയ്തു. ആൻഡ് ഹീ felt that knowledge of English would allow Indians to read some of the finest literature that the world had produced. ലോകത്തുള്ള ഫൈനസ്റ്റ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷിലുള്ള ഫൈനസ്റ്റ് ലിറ്ററേച്ചറിൻ്റെ ഒക്കെ പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഇംഗ്ലീഷ് സഹായിക്കുമെന്ന് പറഞ്ഞു. ലിറ്ററേച്ചർ ദ വേൾഡ് ഹാഡ് പ്രൊഡ്യൂസ് ആൻഡ് ഇറ്റ് വുഡ് മേക്ക് ദെം അവെയർ ഓഫ് ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡിലുള്ള വെസ്റ്റേൺ സയൻസിലും ഫിലോസഫിയിലുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് കുഡ് ദാസ് ബി ദ വേ ഓഫ് സിവിലൈസിങ് പീപ്പിൾ. അങ്ങനെ ഈ ഇംഗ്ലീഷ് പഠിപ്പിച്ച് നമുക്ക് ഈ ഇന്ത്യക്കാരെ പരിഷ്കൃതരാക്കാം, സിവിലൈസ് ചെയ്യാം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു. ചേഞ്ചിങ് ദെയർ ടേസ്റ്റ്, വാല്യൂസ് ആൻഡ് കൾച്ചർ. അവരുടെ ടേസ്റ്റും അവരുടെ വാല്യൂസും അവരുടെ കൾച്ചേഴ്സും അവരെ സിവിലൈസ് ചെയ്യാനും ഒക്കെ ഇംഗ്ലീഷ് സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതിപാദിച്ചു. ആൻഡ് ഫോളോയിങ് ദ മെക്കോളേജ് മിനിറ്റ്, the English Education Act of 1835 was introduced. അങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട്, അങ്ങനെ ഒരു നിയമം 1835 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദ ഡിസിഷൻ വാസ് ടു മേക്ക് ഇംഗ്ലീഷ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആക്കി. ആൻഡ് ടു സ്റ്റോപ്പ് പ്രൊമോഷൻ ഓഫ് ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കൽക്കട്ട മദ്രസ ആൻഡ് ബനാറസ് സംസ്കൃത് കോളേജ്. അതുപോലെ തന്നെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൽക്കട്ടയിലുള്ള മദ്രസയും അതുപോലെ തന്നെ ബനാറസിലെ സംസ്കൃത് കോളേജൊക്കെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനും ഉള്ള റൂൾ വന്നു, അല്ലെങ്കിൽ നിയമം പാസ്സാക്കി. These institutions were seen as temples of darkness that were falling off themselves into decay. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ടെമ്പിൾസ് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിൻ്റെ, അതുപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കണക്കാക്കപ്പെട്ടു. ആൻഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് നൗ ബിഗാൻ ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ സ്കൂൾസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കി തുടങ്ങി. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.